യേശുവിനോട് ഐക്യപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് നീ നിന്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന എന്തെല്ലാം ദുരനുഭവങ്ങളുടെ വാക്കുകളുണ്ടോ, മുറിവേൽപ്പിക്കുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന വാക്കുകൾക്ക് നീ ചെവി കൊടുക്കരുത് എന്നാണ് യേശു ആദ്യത്തെ നിർദ്ദേശം തന്നത്. ഒത്തിരി പേരുടെ അനുഭവമാണ്. കാരണം നമ്മൾ പേഴ്സണലി ഒത്തിരി പേരെ കാണുമ്പോൾ ശുശ്രൂഷ ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷകളെ സ്നേഹിക്കുകയും വചനം കേൾക്കാൻ ദാഹം ഉണ്ടാകുകയും അങ്ങനെ തൻ്റെ തന്നെ ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തിന്, വിശുദ്ധീകരണത്തിനൊക്കെ ആഗ്രഹിക്കുന്ന അനേകർ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരമാണിത്. എന്തോരം കുത്തുവാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? എന്തോരം പരിഹാസ വാക്കുകളുടെ നടുവിലൂടെ ജീവിതം കടന്നു പോകുന്നതെന്നറിയാമോ? എത്രമാത്രം മുറിവേൽപ്പിക്കപ്പെടുന്ന, നിരന്തരമായി വെട്ടിമുറിവേൽപ്പിക്കപ്പെടുന്ന, കുത്തിമുറിവേൽപ്പിക്കപ്പെടുന്ന, പരിഹാസ വാക്കുകളുടെ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നറിയാമോ? ഈ ശുശ്രൂഷ കേൾക്കുന്നവർ മാത്രമല്ല, ശുശ്രൂഷ ചെയ്യുന്നവരുടെ അനുഭവം കൂടിയാണത്. ഇതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ നിൽക്കരുത്. പിന്നെ നമ്മൾ അതേക്കുറിച്ച് ചങ്കത്തടിച്ച് അവലാതിപ്പെട്ടും പരാതി പറഞ്ഞൊക്കെ ജീവിക്കേണ്ട അതിന് ആവശ്യമൊന്നുമില്ല. നമ്മൾ ചില കാര്യങ്ങൾ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടയിടുന്ന ചില വിഷയങ്ങളോട് നമ്മൾ നിസ്സംഗത പുലർത്തിയാലും ഇതിൽ കുഴപ്പമൊന്നുമില്ല.